ഇപ്പോൾ വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ കരുളായിയിലെ സമ്മേളനത്തിലേക്ക് എത്തുകയാണ്. വയനാട്ടിലെ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് പ്രിയങ്ക തന്റെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനായി വയനാട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലുള്ള വയനാട് മണ്ഡലത്തിലെ ഇടങ്ങളിലായിരിക്കും ഇന്ന് പരിപാടി ഉണ്ടാവുക. നേരത്തെ മുക്കത്ത് അവർ എത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം കരുളായിയിലെ പരിപാടിയും ആരംഭിക്കാൻ പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി നിലവിൽ കരുളായിയിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെയായിരിക്കും വയനാട് ജില്ലയിലെ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രിയങ്ക പരിപാടികളിൽ പങ്കെടുക്കുക. സാജിദ് അജ്മൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാജിദ്, പ്രചാരണത്തിൽ വലിയ രീതിയിലുള്ള ആളുകളുടെയൊക്കെ തന്നെ വോട്ടർമാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ തന്നെ സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങിയാണ് പ്രചാരണത്തിന് പ്രിയങ്ക എത്തിയപ്പോഴൊക്കെ തന്നെ നമ്മൾ കണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല, വിജയാഘോഷത്തിലും എത്രത്തോളം ആഹ്ലാദമുണ്ട് പ്രവർത്തകർക്ക്? തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധി ആദ്യമായി ഒരു ജനപ്രതിനിധിയാകുന്നു, പാർലമെന്റ് മെമ്പർ ആകുന്നു. അതിനെ തുടർന്ന് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അതിലേക്ക് പോകാം. ഇന്ന് നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. Some days back when I was here for the election campaign and I came here and met all of you, I said that I'm going to work hard to try to resolve all your problems and to fight for you. കുറച്ച് ദിവസം മുമ്പ് ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഇവിടെ വന്ന് നിങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ പോവുകയാണെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. These 2 days, today and tomorrow, I'm going to all the assemblies just to say thank you. ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഞാൻ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും വെറുതെ നിങ്ങളുടെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. After this, my real work is going to start. ഇതിന് ശേഷമാണ് ഇവിടെ എന്റെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഇതിന് ശേഷമാണ്. And I want to tell each one of you who is standing here, each one of you has waited for me on the streets, outside your houses, with flowers, with hugs, kisses, to give me your love. I want to tell you that I am going to work hard for each and every one of you. ഞാൻ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വേണ്ടി വഴിയരികിലും ഇവിടെയെല്ലാം കാത്തുനിന്ന, എനിക്ക് വേണ്ടി പൂക്കളുമായി കാത്തുനിന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി മുതൽ കഠിനമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. Only problem I think I'm going to have is how am I going to meet each and every one of you and come to all your houses in these 5 years. എനിക്കൊരു ആകെ പ്രശ്നമെന്ന് തോന്നുന്നത്, ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരെയും വീട്ടിൽ വന്ന് കാണുക എന്നതാണ് എനിക്കൊരു വലിയ പ്രശ്നം. Because that's what I want to do. കാരണം എന്റെ ആഗ്രഹം അതാണ്, നിങ്ങളെ വീട്ടിൽ വന്ന് കാണണം എന്നതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. I know you face many issues. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. And we've talked about them during the elections. I've understood them during the campaign a little bit, but I really want to understand them deeply and properly from you yourselves. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇലക്ഷൻ സമയത്ത്, പ്രചരണ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കുറെയൊക്കെ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളിൽ നിന്ന് എനിക്ക് ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. Our fight is at 2 levels. നമ്മൾ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് അത് 2 തലങ്ങളിലാണ്. First and most important fight is the fight for you, for a brighter future for you. ആദ്യത്തെ പോരാട്ടം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം എന്ന് പറയുന്നത്, വയനാട് MP പ്രിയങ്ക ഗാന്ധി MP ആയി ചുമതലയേറ്റ ശേഷം ആദ്യമായി വയനാട്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കരുളായി